മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് ബംഗ്ലാദേശിൽ അണികൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ വിശേഷിപ്പിക്കുന്നത്. എതിരാളികൾക്കാകട്ടെ എതിർ ശബ്ദങ്ങളെ ജയിലിലടയ്ക്കുകയും ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന ഏകാധിപത്യം. എന്നാൽ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ശക്തമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ അഭയാർത്ഥികളെ തിരിച്ചയക്കില്ലെന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ ഔദ്യോഗികമായി ഉറപ്പുവേണമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യ ആ ഉറപ്പ് രേഖാമൂലം നൽകണമെന്നും അവർ അറിയിച്ചതായാണ് സൂചന. ഒരു പ്രമുഖ മാധ്യമമാണ് വിഷയത്തിൽ ബംഗ്ലാദേശിന്റെ ആശങ്കകൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ നടപ്പാക്കാനിരിക്കുന്ന പൗരത്വ നിയമത്തിൽ മൃദു സമീപനമാണ് ബംഗ്ലാദേശ് സ്വീകരിക്കുന്നതെന്ന ആരോപണം ഉയർന്നപ്പോഴാണ് ഷെയ്ഖ് ഹസീന നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ സ്വകാര്യ സന്ദർശനത്തിനായി ഇന്ത്യയിൽ വന്നപ്പോഴും ആസാമിൽ നടപ്പാക്കിയ NRC-യെക്കുറിച്ചും ഇതേ ആശങ്ക സർക്കാരിനെ അറിയിച്ചതായാണ് വിവരം. NRC-യുടെ പുറത്താക്കുന്നവരെ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞയക്കില്ലെന്ന് മോദി സർക്കാർ പറയുമ്പോഴും ഔദ്യോഗികമായ രേഖ ബംഗ്ലാദേശിന് നൽകിയിരുന്നില്ല. ഷെയ്ഖ് ഹസീന നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ NRC ചർച്ചയായേക്കുമെന്നായിരുന്നു സൂചന. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കു പുറമെ ബംഗ്ലാദേശിന്റെ അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ബന്ധവും ഗംഗാ ഇടനാഴി പദ്ധതിയും സന്ദർശനത്തിൽ ചർച്ചയായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമായും ഇരു രാജ്യങ്ങൾക്കും പങ്കാളിത്തമുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയും നൈപുണ്യ വികസന കേന്ദ്രങ്ങളും ബംഗ്ലാദേശിൽ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ മുന്നോട്ടു പോയിരുന്നത്. വിദ്യാഭ്യാസ, ലഘു, സാങ്കേതിക, ഓട്ടോമൊബൈൽ മുതലായ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശിൽ കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ തുറക്കുമെന്ന് ഷെയ്ഖ് ഹസീന അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടുകളാണ് പ്രധാനമായും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ പുതിയ അസ്വസ്ഥതകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പൗരത്വ ബിൽ ബംഗ്ലാദേശിനെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് UN ഉച്ചകോടിക്കിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ഇതേ നിലപാടാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ധാക്കയിൽ നടത്തിയ സന്ദർശന കാലത്തും സ്വീകരിച്ചത്. എന്നാൽ ഹിന്ദുക്കളല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചയക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ബംഗ്ലാദേശ് ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ സ്വീകരിക്കാനാവില്ലെന്ന് ബംഗ്ലാദേശ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ സ്വീകരിക്കാനാവില്ലെന്ന് ബംഗ്ലാദേശ് ഇതിനകം വ്യക്തമാക്കിയതായാണ് സൂചന. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.